എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അധികാരം 128 കുറിപ്പറിവുറുത്തൽ, താൽപ്പര്യമറിയിക്കൽ. നായകൻ, നായിക, തോഴി എന്നിവർ പരസ്പരം ഓരോരുത്തരുടെയും താൽപ്പര്യം മനസ്സിലാക്കി സന്ദർഭത്തിനനുസരിച്ച് അടുത്തയാളിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തൽ. ഇപ്പോൾ നായകൻ മടങ്ങി വന്നിരിക്കുകയാണ്. ഇനി കുറിലുകൾ നോക്കാം. കരപ്പിനും കയ്യികന്തൊല്ലാനിൻ ഉൺകൺ ഉരൈക്കൽ ഉറുവതോൻ്റുണ്ടു ഒളിച്ചാലൊതുങ്ങാതെ നിന്റെ മൈക്കൺകൾ ഉരയ്ക്കുന്നതെന്തെൻ എന്നോടിപ്പോൾ. കരയിപ്പിനും മറയ്ക്കുകയാണെങ്കിലും ഒല്ല അതിന് വഴങ്ങാത്ത, കയ്യികന്തു നിയന്ത്രണം വിട്ട്, നിൻ ഉൺകൺ നിന്റെ മയ്യണിഞ്ഞ കണ്ണുകൾ, ഉരൈക്കൽ ഉറുവതു പറയുവാൻ തിടുക്കപ്പെടുന്നത്, ഒൻ്റുണ്ട് എന്തോ ഒന്നുണ്ട്. ചിരകാല വിയോഗത്തിന് ശേഷം നായികയ്ക്ക് നായകനുമായിട്ട് ഒപ്പം വീണ് കിട്ടിയ ഒരു സംയോഗാവസരം തൊട്ടടുത്ത മറ്റൊരു വിരഹത്തിൻ്റെ നാന്ദിയാവുമോ എന്ന് നായിക സംശയപൂർവ്വം ഭയപ്പെടുകയാണ്. ആ ചാഞ്ചല്യം മനസ്സിലാക്കിയ നായകൻ ചോദിക്കുന്നു, നീ എന്നോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ പറയാത്ത മറ്റെന്തോ ഒന്ന് നീ ഒളിക്കുവാൻ നോക്കുന്നുണ്ട്. നിന്റെ നിയന്ത്രണത്തിൽ ഒതുങ്ങാത്ത ആ രഹസ്യം മയ്യെഴുതിയ മനോഹരമായ നിന്റെ കണ്ണുകൾ തന്നെ വെളിപ്പെടുത്താൻ ഉഴറുകയാണ്. പറയൂ, എന്താണ് ആ രഹസ്യം? കണ്ണിറൈന്ത കാരികൈ കാമ്പേർത്തോട് പേതയ്ക്ക് പെണ്ണിറൈന്ത നീർമൈ പെരിതു കണ്ണിറയും കാന്തി വേന്തോൾ അവളുടെ പെൺ സഹജ മൗഢ്യവും പെരിതാം. കണ്ണിറൈന്ത കാരികൈ കണ്ണുകളിൽ നിറഞ്ഞു കവിയുന്ന മട്ടിലുള്ള സൗന്ദര്യവും, കാമ്പേർത്തോൾ മുളകൾ പോലുള്ള തോളുകളും, പേതയ്ക്ക് ഈ സുന്ദരിക്ക്, പെണ്ണിറൈന്ത നീർമൈ സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടുള്ള മൗഢ്യവും, പെരിത് ഒട്ടും കുറവല്ല, അതായത് അധികമാണ്, സഹജമായിട്ടുള്ള ലജ്ജ കാരണം ആ രഹസ്യം എന്തെന്ന് വെളിപ്പെടുത്താത്ത നായികയെക്കുറിച്ച് നായകൻ അവളുടെ തോഴിയോട് പറയുകയാണ്. നിന്റെ തോഴി അതിസുന്ദരി തന്നെയാണ്. കണ്ണുകളിൽ നിറഞ്ഞിട്ടും നിൽക്കാതെ കവിഞ്ഞൊഴുകുന്ന അഴകിൻ്റെ ആധിക്യത്തിന് ഉടമയാണ് അവൾ. ഇളംമുള പോലെ ഭംഗിയും മിനുസവും തിളക്കവുമൊക്കെയുള്ള ഭുജങ്ങൾ അവൾക്കുണ്ട്. പക്ഷേ പെൺവർഗത്തിന് സഹജമായിട്ടുള്ള മൗഢ്യവും ആവശ്യത്തിലധികം ഉണ്ട്. ഇത് നായകൻ തോഴിയോട് പറയണം, നായികയുടെ തോഴിയോട്. മണിയിൽ തികഴ് തരു നൂൽ പോൽ മടന്തൈ അണിയിൽ തികഴുവതൊൻ്റുണ്ടു മണികളിൽ കോർത്ത നൂൽ പോലെ ഈ മുഗ്ധയുടെ അഴകിലും ഒരിംഗിതമുണ്ടാം. മണിയിൽ എന്ന് പറഞ്ഞാൽ സ്ഫടിക മണികൾക്ക്, തികഴ് തരും ഉള്ളിലൂടെ ഇങ്ങനെ പുറത്തേക്ക് കാണുന്ന, നൂൽ പോൽ നൂലിനെ പോലെ, മടന്തൈ ഈ മുഗ്ധയുടെ അതായത് ഈ സുന്ദരിയുടെ, അണിയിൽ അഴകിൻ്റെ ഉള്ളിലൂടെ, നികഴുവതു പുറത്തേക്ക് കാണപ്പെടുന്ന, ഒൻ്റു ഒരു ലക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട്. കോർത്തിട്ടുള്ള സ്ഫടികമണികൾക്കുള്ളിലൂടെ നമുക്ക് വ്യക്തമായി കാണാവുന്ന ആ നൂലോട്ടം പോലെ, ഒരു സ്ഫടികമാലയുടെ ഉള്ളിലൂടെ കാണുന്ന ആ നൂലോട്ടം പോലെ ഈ മുഗ്ധയുടെ ഈ നഖശികാന്തമുള്ള ഈ സൗന്ദര്യത്തിൻ്റെ ഉള്ളിലൂടെ ഏതോ ഒരു ഇംഗിതം ഓടുന്നുണ്ട്. തോഴി, അതെന്താണെന്ന് നീയെങ്കിലും എന്നോട് പറയുക. മുഖൈമൊക്കുൾ ഉള്ളത് നാറ്റമ്പോൽ പേതൈ നഖൈമൊക്കുൾ ഉള്ളതോൻ്റുണ്ടു മുകുളത്തിൽ പരിമളം പോലിവൾക്കുള്ള സുസ്മിതം അതിലുമൊരിംഗിതമുണ്ടാം. മുഖൈമൊക്കുൾ കൂമ്പി നിൽക്കുന്ന പൂമൊട്ടിനുള്ളിൽ ഉള്ളതായ നാറ്റമ്പോൽ എന്ന സുഗന്ധത്തെപ്പോലെ, പേതൈ നിന്റെ സഖിയുടെ, നഖൈമൊക്കുൾ എന്ന് പറഞ്ഞാൽ മന്ദസ്മിതത്തിനുള്ളിൽ വിരിയാൻ തുടങ്ങുന്ന പൂമൊട്ടിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സുഗന്ധം പോലെ നിന്റെ സഖിയുടെ അതായത് ഈ സുന്ദരിയുടെ അർത്ഥപൂർണമായ ഈ മന്ദസ്മിതത്തിനുള്ളിലും ഏതോ ഒരു ഇംഗിതം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. തോഴിയോട് നായകൻ പറയാൻ. ചെറിതൊടി ചെയ്തിറந்த കള്ളം ഉറുതുയർ തീർക്കും മരുന്തോൻ്റുടൈത്തു അണിവളക്കയ്യാൾ തൻ കപടസൂചനയിൽ എന്നഴൽ തീർക്കും ഔഷധമുണ്ടാം. ചെറിതൊടി അണിയായിട്ട് വളകൾ ചേർന്ന കൈകളോടുകൂടിയ ഈ സുന്ദരി ചെയ്തു എനിക്ക് ഇനിയും ഉണ്ടാകാൻ ഇടയില്ലാത്ത വേർപാടിനെ ഭാവനയിൽ കണ്ട്, ഇറந்த കള്ളം അകലുന്നതിലും ഇംഗിതം, അതായത് ഇയാൾ പോവോ എന്നുള്ളൊരു പേടിയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉറുതുയർ എൻ്റെ വലുതായ ദുഃഖത്തെ തീർക്കുന്ന, ഉടൈത്തു ഉൾക്കൊള്ളുന്നു,
എന്തായാലും ഞാൻ ഇനി അവളെ വിട്ടുപിരിയുകയില്ല. വീണ്ടും പിരിഞ്ഞേക്കുമോ എന്ന ആശങ്ക ഉണ്ടാവും. അങ്ങനെ ഒരെണ്ണം അവൾ ആവുന്നത്ര ഒളിക്കാൻ ശ്രമിക്കുകയാണ്. എങ്കിൽ പോലും അറിയാതെ അത് വെളിപ്പെട്ടു പോകുന്നു. വാസ്തവത്തിൽ അവളുടെ പ്രത്യേകമായ ആ ഭാവത്തിൽ എൻ്റെ എല്ലാ ഹൃദയദുഃഖങ്ങളും തീർക്കാനുള്ള ഒരു ഔഷധം അടങ്ങിയിരിക്കുന്നു. ഇത് നായകൻ തോഴിയോട് പറയുന്നതാണ്. പെരിതാറ്റി പെട്പക്കലത്തൽ അരിതാറ്റി അൻപിന്മൈ ചൂഴ്വതുടൈത്തു അധികമാം സുഖമേകി ഒന്നാകവേ അവൻ അഴൽ ചേർത്ത കാഠിന്യമോർത്തേൻ. പെരിതാറ്റി അത്യധികമായ തോതിൽ തന്നെ പരിഹരിച്ച്, പെട്പക്കലത്തൽ സ്വയം മറന്ന് ആനന്ദമൂർച്ഛ അനുഭവിക്കും വണ്ണം മരിയുമ്പോൾ, അരിതാറ്റി വീണ്ടും, അൻപിന്മൈ സ്നേഹമില്ലായ്മ, ചൂഴ്വതു ഓർക്കത്തക്കതായി, ഉടൈത്തു തീരുന്നു. ചിരകാല വിയോഗത്തിന് ശേഷം പൂർവാധികം സ്നേഹത്തോടും ആവേശത്തോടും വന്നിരിക്കുന്ന നായകൻ ഇനിയും വേർപിരിഞ്ഞു പോകും എന്ന് നീ വ്യഥ ശങ്കിക്കുന്നത് എന്തിനാണ് എന്ന് അന്വേഷിക്കുകയാണ് തോഴി. അപ്പോൾ നായിക പറയാണ്, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സുഖം സംയോഗവേളയിൽ അവൻ പകർന്നു തന്നു. അപ്പോഴൊക്കെ സ്വാഭാവികമായിട്ടും അവൻ വേർപെട്ടിരിക്കുന്ന കാലത്തെക്കുറിച്ച്, അവൻ്റെ ഹൃദയശൂന്യതയെക്കുറിച്ച് ഞാൻ ഓർത്തുപോയി. ഇനിയും അങ്ങനെയൊക്കെ സംഭവിച്ചേക്കുമോ? അമിതമായ ഈ സുഖം തുടർന്നു വരാനിരിക്കുന്ന ഒരു ദുഃഖത്തിൻ്റെ നാന്ദിയായി ഭവിക്കുമോ എന്നെല്ലാം ഞാൻ ശങ്കിച്ചുപോയി എന്ന് നായിക പറയുന്നു. തണ്ണന്തുറൈവൻ തണന്തമൈ നമ്മിനും മുന്നം ഉണർന്നവളൈ കുളിർ തുറയ്ക്കുടയോൻ മനസ്സാൽ പിരിവതൻ വളകളറിഞ്ഞല്ലോ മുമ്പേ. തണ്ണന്തുറൈവൻ കുളിരാർന്ന കടൽ തുറയ്ക്ക് ഉടയവനായ എൻ്റെ കാന്തൻ. തണമൈ വിട്ടുപിരിഞ്ഞു പോകുന്ന കാര്യം, നമ്മിനും നാം കണ്ടറിയുന്നതിന് മുമ്പ് തന്നെ, വളൈ ഈ വളകൾ, ഉണർന്ന അറിഞ്ഞു കഴിഞ്ഞു. തോഴി എല്ലാം മറന്നുള്ള ഈ സംയോഗത്തിനിടയിലും തണുത്ത നീർ ഊഞ്ഞാലാടുന്ന കടൽ തുറയ്ക്ക് ഉടമയായ എൻ്റെ പ്രിയതമൻ എന്നെ വീണ്ടും മനസ്സുകൊണ്ട് പിരിഞ്ഞു പോയിരിക്കുന്നു എന്ന കാര്യം എന്നേക്കാൾ മുമ്പ് തന്നെ എൻ്റെ കൈവളകൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ ആനന്ദമൂർച്ഛയിൽ എൻ്റെ ഭുജങ്ങൾ പൊടുന്നനെ മെലിഞ്ഞ് ഈ വളകൾ സ്വയം ഊർന്നു വീഴുന്നത്. നെരുനറ്റു ചെറ്റാരെങ്കാതലർ യാമും എഴുനാളേം മേനി പചന്തു പ്രിയനവൻ വേർപെട്ടതിന്നലെ എൻ മേനി വിളറിയത് 7 നാൾ മുമ്പേ. എങ്കാതലർ എൻ്റെ നാഥൻ, നെരുനറ്റു ഇന്നലെ, ചെന്റാർ പിരിഞ്ഞുപോയി, യാമും നമ്മുടെ മേനി, അതായത് എൻ്റെ മേനി, പചന്തു എൻ്റെ ശരീരം വിളറിയത് 7 നാളേം 7 നാൾക്ക് മുമ്പായിരുന്നു. നാഥൻ വീണ്ടും എന്നെ പിരിഞ്ഞു പോയത് ഇന്നലെ മാത്രമായിരുന്നു. പക്ഷേ ഏതോ പ്രേരണയാൽ ആ സത്യം എൻ്റെ ശരീരം മുൻകൂട്ടി കണ്ടറിഞ്ഞിരുന്നു. 7 നാൾ മുമ്പേ ഒരു വൈവർണ്യം എൻ്റെ ശരീരത്തിൽ പടർന്നു കഴിഞ്ഞിരുന്നു. തൊടി നോക്കി മെൻതോളും നോക്കി അടി നോക്കി അക്താണ്ടവൾ ചെയ്തത്, വള നോക്കി മെലിയുന്ന തോൾ നോക്കി തൻ്റെ കാലടി നോക്കി സംഭ്രമം പൂണ്ടാൾ. തൊടി നോക്കി എന്ന് പറഞ്ഞാൽ വളകളെ നോക്കി, മെൻതോളും നോക്കി തോളുകളുടെ മെലിവ് നോക്കി, അടി നോക്കി എന്ന് പറഞ്ഞാൽ എന്നെ എങ്ങോട്ടെങ്കിലും ഒന്ന് കൊണ്ടുപോകുമെന്ന് സ്വന്തം കാലടികളെ നോക്കി എന്ന ഭാവത്തിൽ, എന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകും എന്നുള്ള ഭാവത്തിൽ കാലടികളെ നോക്കി. ആണ്ടു അവിടെ അവൾ ചെയ്തത്, അവൾ കാട്ടിയ വൈവശ്യം. യാത്രയ്ക്കൊരുങ്ങുന്ന നായകനോട് തോഴി താൻ ചേഷ്ടകളിലൂടെ അനുമാനിച്ചെടുത്ത നായികയുടെ ദയനീയാവസ്ഥ അറിയിക്കുകയാണ്. തോഴിയാണ് അറിയിക്കുന്നത്. അവൾ ആകെ തളർന്നു പോയിരിക്കുന്നു. ഇനി നിനക്ക് ഞങ്ങളെക്കൊണ്ട് ആവശ്യമെന്ത് എന്ന മട്ടിൽ ഊർന്നു വീഴുന്ന വളകളെയും വളകൾ അങ്ങനെ ഊർന്നു വീഴാൻ ഇടയാക്കിയ ഭുജങ്ങളുടെ മെലിവിനെയും അവൾ ദീർഘശ്വാസത്തോടെ നോക്കി കരയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരിടത്ത് ഒരേ ഇരിപ്പിൽ തന്നെ ഇരുന്നാൽ സ്വയം കല്ലായി തീർന്നു പോകുമല്ലോ എന്ന ഭയത്താൽ, നിങ്ങൾ നടന്ന് എങ്ങോട്ടെങ്കിലും എന്നെ ഒന്ന് കൊണ്ടുപോകൂ എന്ന അർത്ഥന പോലെ പിന്നീട് അവൾ സ്വന്തം കാലടികളെയും നോക്കുകയാണ്. പെണ്ണിനാറ് പെൺമൈ ഉടൈത്തെൻപ കണ്ണിനാൽ കാമനോയ് ചൊല്ലി ഇരവു. പെൺമയിൽ പെൺമ തൻ കാമാഭിലാഷം മൈക്കൺ നീട്ടി യാചിക്കുവോൾക്കാം. കാമനോയ് സ്വന്തം കാമാഭിലാഷത്തെ, കണ്ണിനാറ് മൈയണിഞ്ഞ മനോഹരങ്ങളായ കണ്ണുകൾ മുഖേന, ഇരവു
യാചിച്ച് നിൽക്കുന്ന പെണ്ണിനാറ് പെൺമയ്ക്കു പോലും പെൺമയ്യുടൈത്തു ഒരു പെൺമയ്ക്ക് മാത്രമുള്ളതാകുന്നു എൻവ എന്ന അറിവുള്ളവർ പറയുന്നു. തൻ്റെ കാമാഭിലാഷം സ്വന്തം തോഴിയോട് പോലും പറയാതെ തന്നിൽ തന്നെ അടക്കുകയും അവസരം ഒത്തുവരുമ്പോൾ കണ്ണുകളിലൂടെ മാത്രം അതിൻ്റെ ശമനത്തിനു വേണ്ടി യാചിക്കുകയും ചെയ്യുന്ന ആഭിജാത്യം പെൺമയുടെ പെൺമ തന്നെ. സ്ത്രീത്വത്തിൽ വെച്ച് മഹത്തായ സ്ത്രീത്വത്തിനെ അത് കഴിയൂ എന്ന് അറിവുള്ളവർ പറയുന്നു. അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ നിൻ്റെ ഇഷ്ടസഖിയായ എൻ്റെ പ്രാണനാഥയെ പിരിയുകയില്ല എന്ന് നായകൻ തോഴിക്ക് ഉറപ്പു നൽകുന്നു. അപ്പോൾ ഈ അധികാരം കഴിഞ്ഞു. നാളെ അധികാരം 129 പുണർച്ചി വിതുമ്പൽ സംഗമേച്ഛ. ഇനി നമുക്ക് 5 അധികാരങ്ങൾ കൂടി ഈ പുസ്തകത്തിൽ ബാക്കിയുള്ളൂ. നാളെ 129 നമുക്ക് നോക്കാം. നന്ദി.